ഹായ് എവരിവൺ. ഇന്ന് നമുക്ക് ഒരു എക്കണോമിക്സിലെ ഒരു ടോപ്പിക്ക് നോക്കാം. അൺഎംപ്ലോയ്മെന്റ്, ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഈ SSC എക്സാംസ് ഒക്കെ നിറയെ ഇപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ മെയിൻ ആയിട്ട് അൺഎംപ്ലോയ്മെന്റിന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. സീസൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സിറ്റുവേഷൻ തരും, ഇതാണെങ്കിൽ ഏത് ടൈപ്പ് അൺഎംപ്ലോയ്മെന്റ് ആണ്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ആണോ, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആണോ, ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആണോ, അങ്ങനെ ഏത് ടൈപ്പ് അൺഎംപ്ലോയ്മെന്റ് ആണെന്നൊക്കെ ഇപ്പൊ SSCക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം എക്കണോമിക്സ് ഓൾറെഡി ചെറിയ പോർഷൻ ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പഠിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഈ 5 ഇയർ പ്ലാൻസ്, ഈ അൺഎംപ്ലോയ്മെന്റ്, അതുപോലുള്ള ആ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ്, നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് നമ്മൾ മിസ് ചെയ്യണ്ട. ഓക്കെ, ചെറിയ എളുപ്പമുള്ള ടോപ്പിക്കാണ്, പെട്ടെന്ന് തിരിഞ്ഞാണ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്താണ് ആദ്യം അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? തൊഴിലില്ലായ്മ ഇല്ലേ? അതായത് ഒരാള് അൺഎംപ്ലോയ്മെന്റ് റെഫേഴ്സ് ടു സിറ്റുവേഷൻ വേർ എ പേഴ്സൺ ആക്റ്റീവ്ലി സെർച്ചസ് ഫോർ എംപ്ലോയ്മെന്റ് ബട്ട് ഈസ് അൺഎബിൾ ടു ഫൈൻഡ് വർക്ക്. അതായത് ഒരാള് പുള്ളി വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആണ്, പുള്ളി വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഹി വില്ലിംഗ് ടു വർക്ക്. പക്ഷെ എന്താണ്? പക്ഷെ പുള്ളിക്ക് ജോബ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വേർ എ പേഴ്സൺ ആക്റ്റീവ്ലി സെർച്ചസ് ഫോർ എംപ്ലോയ്മെന്റ് ബട്ട് ഈസ് അൺഎബിൾ ടു ഫൈൻഡ് വർക്ക്. ഓക്കെ, അതായത് ആൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണ്? ജോലി കിട്ടുന്നില്ല. ഇനി അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട രണ്ട് സംഭവങ്ങളാണ് വർക്ക് ഫോഴ്സും ലേബർ ഫോഴ്സും എന്നാണ്. ഓക്കെ, വർക്ക് ഫോഴ്സും ലേബർ ഫോഴ്സും. വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നു, ആക്ച്വലി എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജോലിയുള്ളവരുടെ ടോട്ടൽ അവർ കാരണം പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു, അവരൊരു ജോലിയിൽ ഏർപ്പെടുന്നു, അങ്ങനെയുള്ള ഒരു കൺട്രിയിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഹു ആക്ച്വലി വർക്കിംഗ്, അതിനെയാണ് നമ്മൾ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ലേബർ ഫോഴ്സ് എന്ന് പറയുമ്പം നമ്പർ ഓഫ് പേഴ്സൺ ഹു ആക്ച്വലി വർക്കിംഗ് ഓർ വില്ലിംഗ് ടു വർക്ക്. ഓക്കെ, അതായത് ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവരും ജോലി ചെയ്യുന്നവരും, ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ജോലി ഇല്ലാത്തവരും, അവരും കൂടെ ചേരുന്നതാണ് ഈ ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ടോട്ടൽ നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് ആൾക്കാർ എന്ന് പറയുമ്പോൾ ഈ ലേബർ ഫോഴ്സിൽ നിന്ന് വർക്ക് ഫോഴ്സിനെ കുറച്ചാൽ മതി. ആലോചിച്ച് നോക്ക്. അതായത് ലേബർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ജോലി ഉള്ളവരും ഉണ്ട്, വില്ലിംഗ് ടു വർക്കാണ്, പക്ഷെ ജോലി ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ളവരും ഉണ്ട്. വർക്ക് ഫോഴ്സ് എന്ന് വെച്ചാൽ ജോലിയുള്ളവർ മാത്രം. അപ്പൊ കുറച്ച് എന്താണ് കിട്ടുന്നത്? പേഴ്സൺസ് ഹു ആർ വില്ലിംഗ് ടു വർക്ക് ബട്ട് ദേ ഡോണ്ട് ഹാവ് എ ജോബ്, അതാണ് അൺഎംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ജസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് പീപ്പിൾ ബൈ ലേബർ ഫോഴ്സ് ഇൻറ്റു 100%. ഓക്കെ, അതാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എപ്പോഴും ബേസിൽ വർക്ക് ഫോഴ്സ് അല്ല, ശ്രദ്ധിച്ചാണ്, ലേബർ ഫോഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പം ടോട്ടൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് ബൈ ലേബർ ഫോഴ്സ് ഇൻറ്റു 100%. ഇനി ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആരാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ്. ഓക്കെ, MOSPI കീഴിൽ വരുന്നതാണ്. അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, അതിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, ഈ NSO ഫോം ചെയ്യുന്ന പറയുമ്പം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് NSO ഫോം ചെയ്തത്. മെയ് 23, 2019 ഈ നാഷണൽ സ്റ്റാറ്റിക് സർവീസ് ഓഫീസ് ഫോം ചെയ്തത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഈ ഡേറ്റ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, May 23, 2019 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് ഫോം ചെയ്തത്. ഓക്കെ, ഇനി എന്തൊക്കെ ടൈപ്പ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്താണ്? ഈ ക്വസ്റ്റ്യൻസ് വരുന്നതും കൂടുതൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഏത് ടൈപ്പ് അൺഎംപ്ലോയ്മെന്റ് ആണ്? ചിലപ്പോൾ നമുക്ക് എക്സാമിന് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ പേര് പഠിച്ചു കാണും, പക്ഷെ ഏത് ടൈപ്പ് ആണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് പോയി കാണാം. അപ്പൊ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് ഇപ്പം ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് വേറെ പേരും കൂടെ ഉണ്ട്, ഹിഡൻ അൺഎംപ്ലോയ്മെന്റ് എന്നും കൂടെ പറയും. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഡിസ്ക്യൂസ്ഡ് അല്ലെങ്കിൽ ഹിഡൻ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ പേര് തന്നെയാണ്. ഡിസ്ക്യൂസ്ഡ് എന്ന് വെച്ചാൽ മറച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള, പെട്ടെന്ന് നമ്മൾ കാണാത്ത, അല്ലേ? പെട്ടെന്ന് കാണാത്ത എന്ന് പറയുമ്പോൾ എന്താണ്? എങ്ങനെയാണ് ഒരാൾക്ക് തൊഴിലില്ലെന്ന് നമ്മൾ പെട്ടെന്ന് കാണാതിരിക്കുന്നത്? അതായത് പുള്ളി വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ ആക്ച്വലി പുള്ളി ജോലി ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചോ. ഹിഡൻ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാൾ തൊഴിലില്ലായ്മ നമ്മൾ കാണാതിരിക്കണമെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്നുണ്ട്, പുറമെ നോക്കുമ്പോൾ അയാൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അയാളുടെ എന്താണ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അയാളുടെ മാർജിനൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ
സീറോ ആയിരിക്കും. ഓക്കെ, അയാളുടെ മാർജിനൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ സീറോ ആയിരിക്കും. ഓക്കെ, അതിനെയാണ് ഡിസ്ക്യൂസ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സീറോ മാർജിനൽ പ്രൊഡക്ഷൻ ഉള്ള അൺഎംപ്ലോയ്മെന്റ് ഏതെന്ന് ചോദിച്ചാലും ഇത് തന്നെ പറഞ്ഞാൽ മതി, സീറോ മാർജിനൽ പ്രൊഡക്ഷൻ. ഓക്കെ, അതായത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞാൽ ഡിസ്ക്യൂസ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പം ഇപ്പം സപ്പോസ് ഒരു ഫാക്ടറി എടുത്തുവന്നിരിക്കുക, ആ ഫാക്ടറിയിൽ 10 ആൾക്കാരുടെ ആവശ്യമേ ഉള്ളൂ, പക്ഷെ 15 ആൾക്കാർ എന്താണ് ജോലി ചെയ്യാണ്. കാരണം ഈ എക്സ്ട്രാ വരുന്ന 5-6 ആൾക്കാരെന്ന് വെച്ചാൽ ഫാക്ടറി മുതലാളിയുടെ ബന്ധുവോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. അപ്പം 5 പേരും കൂടെ എടുത്തു. അപ്പൊ മൊത്തം 10 ആൾക്കാർ വേണ്ടടുത്ത് 15 ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഈ 5 ആൾക്കാരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, സീറോ ആണ്. അവരുണ്ടെങ്കിലും വർക്ക് നടക്കും, അവരില്ലെങ്കിലും വർക്ക് നടക്കും. അങ്ങനെ ഈ എക്സസ് വരുന്ന ആൾക്കാര് അങ്ങനെ അവരുടെ ജോബ് ആക്ച്വലി അവിടെ ആവശ്യമില്ല, പക്ഷെ അവർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ ഡിസ്ക്യൂസ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഡിസ്ക്യൂസ് അൺഎംപ്ലോയ്മെന്റ് occurs when part of the labor force is either left without jobs or operates redundantly, such as the productivity of the workforce effectively zero. അല്ലെങ്കിൽ സീറോ മാർജിനൽ പ്രൊഡക്ഷൻ വരുന്ന അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ ഡിസ്ക്യൂസ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് അൺഎംപ്ലോയ്മെന്റ് വിച്ച് ഹാസ് നോ ഇമ്പാക്ട് ഓൺ അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ. ഇവർ എക്സ്ട്രാ ഈ 5 പേര് ജോലി ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രൊഡക്ഷൻ എന്തെങ്കിലും ഇത് ഗുണമുണ്ടോ? ഇവരെ ജോലി ചെയ്താലും ഇല്ലെങ്കിലും ഒരേപോലെ തന്നെയാണ്. ഓക്കെ, an economy shows hidden employment when productivity is poor and too many workers also occupy few jobs. ഓക്കെ, പ്രൊഡക്ഷൻ വളരെ പൂർ ആയിരിക്കും വരും, അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഒരു ചെറിയ ജോലി ചെയ്യേണ്ടടുത്ത് ഒരു 5 ആൾക്കാർ വേണ്ടടുത്ത് ഒരു 10 ആൾക്കാർ ജോലി ചെയ്യുന്നു. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഹിഡൻ എംപ്ലോയ്മെന്റ് കാണുന്നത്. ഓക്കെ, ദിസ് മേ ഇൻക്ലൂഡ് ദോസ് ഹു വർക്ക് ഫാർ ബിലോ ദർ കപ്പാസിറ്റീസ്. അതായത് ഈ ഞാൻ പറയുമല്ലോ 10 പേര് ഫാക്ടറി വർക്ക് ചെയ്യുന്നിടത്ത് 15 പേര് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ 5 പേര് എന്താണ് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ അല്ല യൂസ് ചെയ്യുന്നത്. 10 പേരെ വേണ്ടതുള്ളൂ. ഈ 5 പേരെന്നല്ല, മൊത്തം 15 പേരും എന്താണ് അവിടെ വർക്ക് ഫോഴ്സിന്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നില്ല, ഫുൾ കപ്പാസിറ്റി യൂസ് ചെയ്യുന്നില്ല. കാരണം എന്തായാലും 10 പേരെ വേണ്ടടുത്ത് 15 പേരുണ്ടല്ലോ, അപ്പൊ നമുക്ക് പതുക്കെ ചെയ്താലും മതി എന്ന് അവർ വിചാരിക്കും. ഓക്കെ, those jobs whose jobs have little overall productivity benefit, അതായത് zero productivity, zero marginal production for any category that is not currently searching for a job but is capable doing valuable work. ഓക്കെ, ഇതിനെയാണ് ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവർക്ക് ആക്ച്വലി ഇവർ പുറമെ നോക്കുമ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ആക്ച്വലി ഇവർ ജോലി ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്കും ഒരു ഉപയോഗമില്ല. ഓക്കെ, അപ്പം അൺഎംപ്ലോയ്മെന്റിലോട്ട് നമുക്ക് പോവാം. അടുത്തയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. എന്താണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് നോക്കാം. ഓക്കെ, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പേരിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് റിലേറ്റ് ചെയ്ത് പഠിക്കും. നമുക്ക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയും നമ്മുടെ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ ഒന്നും അത്ര എന്താണ് പറയുക, ഇപ്പം വേണ്ട ജോലികൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു അപ്രോച്ച് ഇല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സ്ട്രക്ചറിനൊന്നും. അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ല. അതായത് നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ ഇപ്പോഴും പഴയ കോളനിയൽ പീരീഡിലുള്ള പോലെയുള്ള വിദ്യാഭ്യാസമാണ്, അത് ഇമ്പ്രൂവ് ചെയ്യേണ്ട അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റ് കൊണ്ടുവരേണ്ടതുണ്ടെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സ്ട്രക്ചറിൽ തന്നെ പ്രോബ്ലം ഉണ്ട്. എന്തുകൊണ്ട്? അത് പ്രോപ്പറായിട്ട് ഇപ്പോഴത്തെ എന്താ പറയുക പ്രൊഫഷണൽ ജോബ്സിന്റെ തക്കത്തുള്ള ഒരു വിദ്യാഭ്യാസം നമ്മൾ നൽകുന്നില്ല അല്ലേ. അപ്പം സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വെച്ച് റിലേറ്റ് ചെയ്താൽ മതി. അതായത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പം ഈ ജോബ് ഉണ്ട്, ജോബ് അവൈലബിൾ ആണ്, പക്ഷേ അത് ചെയ്യാനുള്ള ആൾക്കാർക്ക് അതിനുള്ള സ്കില്ലില്ല. അതിനെയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് is a category of unemployment caused by difference between the skills possessed by the unemployed population and the jobs available in the market. ഓക്കെ, ജോലിയുണ്ട് പക്ഷെ അത് ചെയ്യാൻ ആളില്ല. ഇപ്പൊ സപ്പോസ് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പൊ ടീച്ചേഴ്സ് നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അവര് ക്ലാസ് എടുക്കും, പക്ഷെ ഇതുപോലൊരു സൂം സെഷൻ അവർക്ക് എന്താ പറയാ ഈ ഡിജിറ്റൽ ലിറ്ററസി ഇല്ല. അതുകൊണ്ട് സൂം സെഷൻ അല്ലെങ്കിൽ യൂട്യൂബിലൊന്നും ഇങ്ങനെ പോയി ക്ലാസ് എടുക്കാൻ ഇറങ്ങിയോളൂ. അപ്പം അവർക്ക് അതിനുള്ള സ്കില്ലില്ല. അവർ ആക്ച്വലി ടീച്ചേഴ്സ് ആണ്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ എന്താണ് പറയുക ഈ ഓൺലൈൻ ക്ലാസ് എടുക്കാനുള്ള സ്കില്ലില്ല. അപ്പം ഇതൊന്നും എന്തിന്റെ കീഴിൽ വരും? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റിന്റെ കീഴിൽ വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തലോട്ട് പോവാം. ഓക്കെ, ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ്. എന്താണ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് നമുക്ക് നോക്കാം. ടെക്നോളജി പേരിൽ തന്നെ നമുക്ക് കിട്ടുമല്ലോ. ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് മൂലം എപ്പോഴും എന്താണ് മാനെ മെഷീൻ റീപ്ലേസ് ചെയ്യുന്നു അങ്ങനെ അർത്ഥം. ഈ പേര് തന്നെയുണ്ട്. അല്ലെങ്കിൽ ഓട്ടോമേഷൻ കാരണം ലൂസ് ചെയ്യുന്ന ജോബ്സ്. ഓക്കെ, ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ടൈപ്പ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. അതായത് ഈ എന്താ പറയാ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് മൂലം മാൻ പവറിന്റെ ആവശ്യം
കുറവാണ് അല്ലേ? പണ്ടൊക്കെ ഫാക്ടറിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അത്ര ആൾക്കാർ വേണ്ട. കാരണം എന്താണ്? മെഷീൻ റീപ്ലേസ് ചെയ്യുകയാണ്. പണ്ടൊക്കെ കണക്കൊക്കെ മാനുവൽ ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പം അത്ര മാൻ പവറിന്റെ ആവശ്യമില്ല. അപ്പൊ ടെക്നോളജി നമ്മളെ സാങ്കേതിക വളർച്ച മൂലം എന്താണ് പറയുക, നമ്മുടെ മനുഷ്യന്റെ അല്ലെങ്കിൽ മാനുവൽ ലേബറിന്റെ ഒക്കെ വളരെ കുറവ് യൂസേജ് ഇപ്പോൾ ഉണ്ടാവുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് occurs when developments in technology and working practices cause some workers to lose their jobs. ഓക്കെ, അത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് മൂലം എന്താണ് ഈ വർക്കേഴ്സിന് ജോബ് ലൂസ് ചെയ്യുന്നത്. When labor saving machines, okay, machines replacing men are introduced into productive process, the firm can get rid of workers and produce same amount of goods than before. Okay, therefore some workers can lose their job. അതായത് പുതിയ പുതിയ മെഷീൻസ് വരുമ്പോൾ നമ്മുടെ ലേബർ എളുപ്പവും ടൈം കൺസ്യൂമിങ് ആയിരിക്കില്ല, പെട്ടെന്ന് ജോലി തീരും. അപ്പൊ ഇത്ര ആൾക്കാരുടെ ആവശ്യമില്ല. മേ ബി ആ മെഷീൻ എന്താ പറയാ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളുടെ ആവശ്യം മാത്രം. ഓക്കെ, അതിനെയാണ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്താണ്? അതും പേരിൽ നിന്ന് തന്നെ നമുക്ക് കുറെയൊക്കെ പേരിൽ നിന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം എന്താ പറയുക, ഒരു എക്കണോമിക്ക് എപ്പോഴും ഇതാണ് ടഫെങ്കിൽ എപ്പോഴും ഒരു എക്കണോമിക്കൽ ബൂമും കാണും, റിസഷൻ പീരീഡും കാണും. ഓക്കെ, ബൂമും ഉണ്ട്, എക്കണോമിക്കൽ ബൂമും ഉണ്ട്, പിന്നെ റിസഷൻ വരുന്നതും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ റിസഷൻ വരുന്ന ഈ താഴോട്ട് ഗ്രാഫ് വരുന്ന പീരീഡിൽ ഡിമാൻഡ് എന്തായിരിക്കും? സാധനങ്ങൾക്കുള്ള ഡിമാൻഡ് വളരെ കുറവായിരിക്കും. ലോ ഡിമാൻഡ് ഉള്ള പീരീഡൊക്കെ. ഈ ബൂമിലൊക്കെ ആണെങ്കിൽ എന്താണ്? ഡിമാൻഡ് വളരെ ഹൈ ആയിരിക്കും. ഹൈ ഡിമാൻഡ് ഉള്ള പീരീഡിലായിരിക്കും എക്കണോമിക്കൽ ബൂമൊക്കെ ഉള്ള സമയത്തെന്ന് വെച്ചാൽ സാധനങ്ങൾക്കുള്ള ഡിമാൻഡ് ഒക്കെ കൂടുതലായിരിക്കും. ഈ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ എന്താണ്? ആവശ്യത്തിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റിയും ഹൈ ആയിരിക്കും അല്ലേ? ആവശ്യത്തിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റിയും ഹൈ ആയിരിക്കും. ഡിമാൻഡ് കൂടുന്നതും പ്രൊഡക്ടിവിറ്റിയും ഹൈ ആയിരിക്കും ബൂം പീരീഡിൽ. പക്ഷെ റിസഷൻ പീരീഡിൽ എന്താണ്? റിസഷൻ പീരീഡിൽ ഡിമാൻഡ് എന്താണ്? വളരെ കുറവാണ് അല്ലേ? ഡിമാൻഡ് വളരെ കുറവായതുകൊണ്ട് എന്താണ്? അപ്പൊ സാധനങ്ങളുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ പ്രൊഡക്ടിവിറ്റിയും കുറവായിരിക്കും. പ്രൊഡക്ടിവിറ്റിയും വളരെ കുറവായിരിക്കും. ഈ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞാൽ പിന്നെ എന്താണ്? ആൾക്കാർ ആവശ്യമില്ലല്ലോ. ഇത്ര ആൾക്കാർ ജോലി ആവശ്യമില്ലല്ലോ അല്ലേ? ഇപ്പൊ ഒരു സ്ഥലത്ത് 10% ആവശ്യമുണ്ട്. അപ്പൊ 5% ഡിമാൻഡ് ഉള്ളെങ്കിൽ എന്താണ്? 5% ആള് മതി അല്ലേ? 5% ആയാലും 10% ആയാലും ഒരാവശ്യം കാണുമായിരിക്കും. പക്ഷെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവല്ലോ. അപ്പം എന്താണ്? ഡിമാൻഡ് കുറഞ്ഞതനുസരിച്ച് പ്രൊഡക്ടിവിറ്റി കുറയുന്നതനുസരിച്ച് ആൾക്കാരുടെ ആവശ്യവും കുറയും. അതിനെയാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്സിലൊക്കെയാണ് വരുന്നത്. നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ അങ്ങനെ വരാറില്ല. ഓക്കെ, അപ്പം സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ refers to the unemployment which is caused by the changes in business cycles. ഈ ബിസിനസ് സൈക്കിൾസ് പറയുമ്പോൾ ബൂമും റിസഷനും ആണ്. ദാറ്റ് ഈസ് എക്കണോമിക് അപ് ടേൺ, അതായത് ബൂം, ഓർ ഡൗൺ ടേൺ, റിസഷൻ. Cyclical unemployment is a component of overall unemployment and is affected by the economic recession or expansion. Cyclical unemployment is highest during an economic recession. Recession period unemployment high, lowest during expansion. അല്ലെങ്കിൽ ബൂം ടൈമിൽ എന്താണ്? വളരെ കുറവായിരിക്കും ഈ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. പേരിൽ തന്നെ ഉണ്ട്, ബിസിനസ് സൈക്കിൾ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ഇപ്പൊ നമ്മൾ എക്സാമിന് മറന്നുപോയില്ല. അടുത്ത ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. എന്താണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ? ഓക്കെ, അതായത് നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്മൂത്ത് റോഡിൽ കൂടെ പോവുകയാണ്. പെട്ടെന്ന് നമുക്കൊരു ജോലി മാറ്റണമെന്ന് തോന്നുമ്പോൾ എന്താണ്? ഇവിടെ ഒരു കുറച്ച് സ്മൂത്ത് അല്ലാണ്ട് കുറച്ച് റഫ്, ആദ്യം പുതിയൊരു ജോലി പഠിക്കാനൊക്കെ കുറച്ച് എന്താ പറയുക, റഫ് റോഡിൽ കൂടെ എല്ലാം ആയിരിക്കില്ലേ നമ്മൾ പോകുന്നത് ഇല്ലേ? അപ്പം സ്മൂത്ത് ആയിട്ട് പോകും. നമുക്ക് ജോലി ഉണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോകും. ജോലി കളഞ്ഞിട്ട് വേറെ ജോലിക്ക് നോക്കുമ്പോൾ കുറച്ച് എന്താ പറയാ, റഫായിട്ടുള്ള റോഡിൽ കൂടെ പോകും. അപ്പൊ ഇവിടെ ആ വഴി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി ചളിയാണ്, ഓർത്തൊക്കെയുള്ളൊരു ഇത് പറയുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് ഓർത്ത് എക്സാം വരുമ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യണം, അത് മതി അല്ലേ? അപ്പം എന്താ പറയാ, പ്രാണത്തൊക്കെ പറയാറില്ലേ, എന്താണ് ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നത്. അതേപോലെ നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എക്സാമിന് ഓർത്ത് വെക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ ചളിയൊക്കെ ഒന്ന് സഹിക്കണം. ഓക്കെ, അപ്പം എന്താണ് പറഞ്ഞാൽ നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകുന്നു. ഒരു റഫ് റോഡ്, ജോലി മാറുമ്പോൾ എന്താണ് ഒരു ഭയങ്കര റഫാണ്, പുതിയ ജോലിയാണ്, പഠിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പം എന്താണ് ഒരു ഫ്രിക്ഷൻ വരും അല്ലേ? അപ്പൊ ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ജോലി മാറുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് അർത്ഥാതി, അല്ലെങ്കിൽ അതിനെ സെർച്ച് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയും. അതായത് ഇപ്പൊ ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഒരാൾ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പെട്ടെന്ന് അയാൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, വേറെ ഹയർ പേ ജോബ് ഉള്ള ഒരു ബെറ്റർ സാലറിയും ബെറ്റർ ഇൻസെന്റീവ്സും ഒക്കെ ഉള്ള ഒരു ബെറ്റർ ലൈഫ് ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കമ്പനിയിലോട്ട്, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയിലോട്ട് പുള്ളിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി. ഓക്കെ, ജോലി കിട്ടി. അപ്പം ഈ ജോലിയിൽ നിന്ന് രാജിവെച്ച് മറ്റേ ജോലിയിലോട്ട് അയാൾ ട്രാൻസിഷൻ ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ. ഇപ്പം ഒരു മാസം കഴിഞ്ഞായിരിക്കും ഇയാളുടെ ആവശ്യം വരുന്നത്, ചിലപ്പോൾ ഒരു 1 മന്ത് വരേക്കും ഇയാൾ എന്താണ് വീട്ടിൽ വെറുതെ ഇരിക്കുവാണ്, ഈ ജോബ് കളഞ്ഞിട്ട് മറ്റേ ജോബിലോട്ട് ജോയിൻ ചെയ്യുന്നവരെ. അപ്പൊ ഈ 1 മന്ത് അയാൾ അൺഎംപ്ലോയിഡ് ആണല്ലോ. ഈ ടൈപ്പ് അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ പറയുന്നത് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. അതായത് പുതിയ ജോബിന് വേണ്ടി സെർച്ച് ചെയ്ത് ചിലപ്പോൾ ഒരു സിറ്റിയിൽ നിന്ന് വേറെ സിറ്റിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യായിരിക്കും പുതിയ ജോബിന് വേണ്ടി. അപ്പം അങ്ങനെയുള്ള ടൈമിലൊക്കെ പുള്ളിക്കാരന് ജോബ് ഇല്ല. ഓക്കെ, ഇപ്പൊ തന്നെ പലരും ഇപ്പൊ SSCയും റെയിൽവേ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന, PC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ ക്ലാസ് കണ്ടോ. അപ്പൊ നിങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ പറ്റില്ലെങ്കിലും ഈ പ്രൈവറ്റ് ജോബ്സ് ഒക്കെ ചെയ്യുമായിരിക്കും. അപ്പം പെട്ടെന്ന് എന്താ പറയാ, ഈ വരുന്ന CGL-ഓ NTPC-യോ അങ്ങനെ ഏതെങ്കിലും എക്സാമിനെല്ലാം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പൊ നിങ്ങളെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, എനിക്ക് ഇനി പ്രൈവറ്റ് ജോബ് ഒന്നും വേണ്ട, കുറച്ചുകൾ ചില്ല് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ജോലി രാജിവെക്കും. നിങ്ങൾ ട്രിപ്പ് അടിക്കാനോ വല്ല ട്രിപ്പിന് പോകാനോ ട്രാവൽ ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയാ നിങ്ങളുടെ സൈഡ് ബിസിനസ് എന്തെങ്കിലും നടത്താനോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ആർട്ട് ഫോംസ് എന്തെങ്കിലും പഠിക്കാനോ, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ പ്രൈവറ്റ് ജോബ് കളഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അപ്പം ഈ ഗവൺമെന്റിൽ നിന്ന് ലെറ്റർ വരുന്നവരെ ഒരു ടൈം ഉണ്ടല്ലോ, ഓഫർ ലെറ്റർ വരുന്നവരെ നിങ്ങൾക്ക് ഒരു ടൈം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊസീജിയർ. ആ സമയം നിങ്ങൾ എന്താണ് തൊഴിലധിതരാണ്. അപ്പം ആ ഒരു പീരിയഡിനെയാണ് നമ്മൾ എന്താ പറയുക ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. അപ്പം ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ഇസ് ദ റിസൾട്ട് ഓഫ് വർക്കേഴ്സ് സെർച്ചിങ് ഫോർ ന്യൂ എംപ്ലോയ്മെന്റ് or transitioning from their old jobs to new ones. Okay, it can also be referred as natural or search unemployment. Okay, frictional unemployment എന്നുള്ള പേരാണ് natural or search unemployment എന്ന് പറഞ്ഞാൽ. Okay, frictional unemployment is voluntary and a direct result of temporary transition employment. Okay, ഇതിപ്പോ ഇപ്പൊ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, ബിക്കോസ് ആൾക്കാരാണ് തീരുമാനിക്കുക എനിക്ക് ജോലി വേണ്ട, അടുത്ത ജോലി അതുകൊണ്ട് ഞാൻ രാജിവെക്കാണ്. അപ്പം ആ ട്രാൻസിഷൻ പീരീഡിൽ വരുന്ന ഒരു എന്താ പറയുക ഒരു ഗ്യാപ്പ്, ഒരു അൺഎംപ്ലോയ്മെന്റ് തന്നെയാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ. അത് കംപ്ലീറ്റ്ലി വോളണ്ടറി ആണ്. This includes new people who are entering the workforce, anyone who moves to find work in a different city, and people who quit their jobs to find other work. Workers may also choose to remain unemployed rather than take their first job they are offered. ചിലപ്പം എന്താണ് പറയാ, നിങ്ങളിപ്പം ക്യാമ്പസ് ഇന്റർവ്യൂ ഒക്കെ കണ്ടില്ലേ, രണ്ട് മൂന്ന് സ്ഥലത്ത് നിങ്ങൾ ഇന്റർവ്യൂവിൽ ക്വാളിഫൈ ചെയ്യാം. അപ്പം ആദ്യത്തെ കമ്പനി വിളിക്കുമ്പോൾ ഇത് ഡ്യൂപ്ലിക് കമ്പനി, ഇത് വേണ്ട, ബട്ട് അടുത്ത കമ്പനി എന്തായാലും എന്നെ വിളിക്കുമല്ലോ, അപ്പം ഈ ഓഫർ നിങ്ങൾ നിരസിക്കുന്നു. അതും എന്തിൽ തന്നെ വരും, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റിൽ തന്നെ വരും. Okay, frictional employment is usually present in an economic system because some people are always searching for new jobs. Okay, some people നമുക്ക് എല്ലാവർക്കും എന്താണ് ഒരു ജീവിത നിലവാരം ഉയർത്താൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം കറണ്ട് സിറ്റുവേഷനിലുള്ള ജോബിൽ നിന്ന് ബെറ്റർ ജോബ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ റിസൈൻ ചെയ്യും, ചിലപ്പോൾ എല്ലാവരും റിസൈൻ ചെയ്യും, ബെറ്റർ ജോബ് തന്നെയല്ലേ എല്ലാവരും നോക്കും. ഓക്കെ, അപ്പം ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ വരുന്ന അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഇപ്പൊ ഏരിയട്ട തന്നെ അറിയാല്ലേ, സീസൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതാണ് സീസൺ അനുസരിച്ച് വരുന്ന അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ. അതായത് ഇപ്പൊ എന്താണ് ഇറങ്ങിയ ഒരു മാംഗോ സീസൺ ആണെങ്കിൽ ഈ മാംഗോ സെല്ലർക്ക് ഇഷ്ടം പോലെ മാംഗോയുടെ സീസൺ ആകുമ്പോൾ ഇഷ്ടം പോലെ സെല്ലിയാൻ കാണും. ഓക്കെ, പക്ഷെ സീസൺ അല്ലാത്തപ്പോ എന്താണ് പുള്ളി വീട്ടിൽ ചുമ്മാതിരിക്കും. അപ്പം കുറെ സീസൺ ഓരോ സീസൺ പ്രത്യേകിച്ച് ഈ സീസൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് സെക്ടറിലൊക്കെയാണ് കേട്ടോ. ഇപ്പം സമ്മർ പീരീഡിൽ ചിലപ്പോൾ ഒരുപാട് ടൂറിസം കാണും, വിന്റർ പീരീഡിൽ ടൂറിസം കാണൂല. ഓക്കെ, അപ്പൊ ടൂറിസ്റ്റ് സെക്ടേഴ്സിൽ എന്താ പറയുക, അല്ലെങ്കിൽ ചിലടത്ത് മഞ്ഞ് വീഴുന്ന കാണാൻ ഭയങ്കര രസമായിരിക്കും. അപ്പൊ ആൾക്കാരൊക്കെ വിന്റർ ടൈമിലായിരിക്കും ആൾക്കാരെല്ലാം ഇടിച്ച് കയറി വരുന്നത്, സമ്മർ ടൈമിൽ അവിടെ ആരും വരില്ലായിരിക്കും. അപ്പം സമ്മർ ടൈമിൽ എന്താണ്, വിന്റർ ടൈമിൽ അവരൊക്കെ ഒരുപാട് കാശ് കിട്ടും, അവര് എംപ്ലോയിഡ് ആയിട്ടിരിക്കും. സമ്മർ ടൈമിൽ എന്താണ് അവർ അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കും. അപ്പം ഓരോ എന്താ പറയുക സീസൺ അൺഎംപ്ലോയ്ഡ് പീപ്പിൾ ആർ അൺഎംപ്ലോയിഡ് അറ്റ് പർട്ടിക്കുലർ ടൈംസ് ഓഫ് ദി ഇയർ when demand for labor is lower than usual. ഓക്കെ, അതായത് ഡിമാൻഡ് ആ ഒരു ടൈമിൽ മാത്രമാണ് ആവശ്യമുള്ളത്. എന്താ പറയുക, ഇപ്പം മെയിനായിട്ട് ടൂറിസം സെക്ടർ തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ടൂറിസം സെക്ടർ തന്നെയാണ്. അതായത് ആ ഒരു സീസണിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും, അതുകൊണ്ട് അവർക്ക് ജോലിയുണ്ട്. അത് കഴിഞ്ഞ് വേറൊരു സീസൺ ആകുമ്പോൾ അത്രത്തോളം ടൂറിസം കാണില്ല. നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് പോകുമ്പോൾ പറയില്ലേ, അപ്പോൾ ഇത് സീസണാണ്, അതുകൊണ്ട് എന്താണ് ടിക്കറ്റിനൊക്കെ വില കുറവാണ്, സീസൺ അല്ലാത്ത പോകുമ്പോൾ ടിക്കറ്റിനൊക്കെ വില കൂടുതലാണ്, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പം അതാണ് ഒരു സീസണിൽ അവർക്ക് എന്താ പറയാ അവർക്ക് ജോലി കൂടുതലായിരിക്കും, എംപ്ലോയ്മെന്റ് കാണും.
വേറെ സീസൺ ചിലപ്പോൾ ആരും വരില്ലായിരിക്കും. മെയിനായിട്ട് ടൂറിസം സെക്ടറിലൊക്കെ ബാധിക്കുന്നതാണ്. ഓക്കെ, എന്താണ് വൾണറബിൾ അൺഎംപ്ലോയ്മെന്റ്? അതും ഇല്ല, പേരിൽ നിന്ന് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. വൾണറബിൾ അൺഎംപ്ലോയ്മെന്റ്, വൾണറബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവർ എന്താണ് പറയുക, ഭയങ്കര വൾണറബിൾ ആയിട്ടിരിക്കും ഈ ജോലി ചെയ്യുന്നവർ. എന്തുകൊണ്ട് വൾണറബിൾ ആയിട്ടിരിക്കും? കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. അവർക്ക് എന്താ പറയുക, പെട്ടെന്ന് പിരിച്ചുവിടാം. അവർക്ക് അങ്ങനെ എന്താ പറയുക, ഒരു ഗ്യാരണ്ടി ഇല്ല ഈ ജോലി നിൽക്കുമെന്ന് തന്നെ, ഇല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഒരു ജോലി ചെയ്യുന്നവർക്ക്, പ്രൈവറ്റ് ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാം, PF, ESIC അങ്ങനെ കുറെ ബെനിഫിറ്റുകൾ നിങ്ങൾക്കുണ്ട്. അതൊന്നും ഇല്ലായിരിക്കും, പ്രത്യേകിച്ച് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലൊക്കെ. ഓക്കെ, അപ്പം അതായത് അവർ വൾണറബിൾ ആയിരിക്കും. ഈ എന്താ പറയുക, ഈ കോൺട്രാക്ട് വർക്കേഴ്സിനൊക്കെ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ അവർക്ക് പ്രോപ്പർ റൈറ്റ്സ് ഒന്നും കാണൂല, ടെമ്പററി ആയിട്ടായിരിക്കും അവർ എടുക്കുന്നത്, എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടാം. അപ്പൊ അവർ ഭയങ്കര വൾണറബിൾ ആണ്, അല്ലേ? പേരിൽ നിന്ന് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. അപ്പം വൾണറബിൾ അൺഎംപ്ലോയ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് സം ഓഫ് ദ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഓഫ് ഓൺ അക്കൗണ്ട് വർക്കേഴ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ഫാമിലി വർക്കേഴ്സ്. ദേ ആർ ലെസ് ടു ഹാവ് ഒരു ഫോർമൽ വർക്ക് അറേഞ്ച്മെന്റ് ഇല്ല. അതായത് എന്താ പറയാ, ഒരു ഓഫർ ലെറ്റർ ഒക്കെ കൊടുത്ത് സൈൻ ഒക്കെ ഇട്ട് അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് എന്താ പറയാ, ഇപ്പൊ ദിവസവേതനത്തിന്റെ ഒക്കെ ആൾക്കാർ വരില്ലേ, അതേപോലെ ഒരു ഇത് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലുള്ളവരൊക്കെ ഉള്ള. ഓക്കെ, they are less likely to have a formal work arrangement and are therefore more likely to lack decent working conditions. Okay, ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ, and therefore more likely to adequate social security. and social security എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഈ PF, ESIC അതുപോലെയുള്ള ബെനിഫിറ്റുകളൊന്നും കാണൂല. and voice through effective representation by trade unions. Okay, and similar organizations. Vulnerable unemployment is often characterized by inadequate earnings. ഈ കോൺട്രാക്റ്റിലൊക്കെ വരുന്നവരും സ്ഥിരവരുമാനക്കാരും തമ്മിൽ നോക്കിയാൽ തന്നെ അറിയാം, കോൺട്രാക്ട് വരുന്നവർക്കൊക്കെ വളരെ കുറച്ച് പേയ്മെന്റ് കൊടുക്കാറുള്ളൂ. ഓക്കെ, ലോ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡിഫിക്കൽട്ട് കണ്ടീഷൻസ് ഓഫ് വർക്ക് ദാറ്റ് അണ്ടർമൈൻ വർക്കേഴ്സ് ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, അതായത് വളരെ എന്താ പറയുക, വളരെ കഷ്ടപ്പെട്ട് വളരെ ഈ എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് പറഞ്ഞു വരുന്നവരായിരിക്കും ഇവർ കൂടുതൽ ആൾക്കാർ. അപ്പൊ ഇവരെ എന്താ പറയാ, കൂടുതലും എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഈ ജോലി പ്രൊവൈഡ് ചെയ്യുന്നവരും ഇവിടെ ഓണേഴ്സും അവരൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. അപ്പം ഒരു പ്രോപ്പർ പ്രൊട്ടക്ഷനോ എന്താ പറയാ, ഫണ്ടമെന്റൽ റൈറ്റ്സോ വർക്കേഴ്സ് റൈറ്റ്സോ ഒന്നും പ്രോപ്പർ ആയിട്ട് കാണൂല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വർക്കിംഗ് കണ്ടീഷൻ ഒന്നും അത്ര എന്താ പറയുക, ഡീസെന്റ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കില്ല. ഇപ്പം ഒരുപാട് സമയം ചിലപ്പോൾ ഇവർക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇതിനെയാണ് എന്താ പറയുക, വൾണറബിൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയും. ഈ ജോലി ചെയ്യുന്നവരെല്ലാം ഭയങ്കര വൾണറബിൾ ആയിരിക്കും. ജോലി ഉണ്ട്, പക്ഷെ ഒരു ഉറപ്പില്ല, എപ്പോ ആണെങ്കിലും പിരിച്ചുവിടാം. ഓക്കെ, ശരി. അപ്പം അടുത്ത അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, പേര് തന്നെ മനസ്സിലാവും അല്ലേ, പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. എന്താണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ, എ പേഴ്സൺ ഈസ് എഡ്യൂക്കേറ്റഡ് ബട്ട് നോട്ട് ഏബിൾ ടു ഫൈൻഡ് എ സ്യൂട്ടബിൾ ആൻഡ് എഫിഷ്യന്റ് ജോബ് ഫോർ ഹിംസെൽഫ്. ഓക്കെ, it could be happening due to various reasons, but the most popular reason is because lack of employment opportunities. നമ്മൾ എംപ്ലോയിഡ് ആണ്, സോറി, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, നമ്മൾ ഭയങ്കര വലിയ കോഴ്സ് ഒക്കെ പഠിച്ച് എന്താ പറയാ, ഇപ്പം ഞാൻ ഭയങ്കര ജിയോളജി കോഴ്സ് ഒക്കെ പഠിച്ച് ജിയോളജിസ്റ്റ് ആവാനാണ് ആഗ്രഹം, പക്ഷെ ഇവിടെ അതിന് ഉള്ള സ്കോപ്പ് ഇല്ലെന്നിരിക്കട്ടെ. അപ്പം എന്താ പറയാ, അതിനെയാണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എനിക്ക് അറിവുണ്ട്, നോളജും ഉണ്ട്, അത് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ട്, പക്ഷേ ഇവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പേരിൽ തന്നെ മനസ്സിലാവുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള, മെയിനായിട്ട് അൺഎംപ്ലോയ്മെന്റ് ഏതെങ്കിലും ഒരു കേസ് വന്നിട്ട്, ഇപ്പം ബിൽഡേഴ്സ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, അവർക്ക് പ്രോപ്പർ റൈറ്റ്സ് ഒന്നും ഇല്ലാതെ ഏത് അൺഎംപ്ലോയ്മെന്റ് വരും, അങ്ങനെ ഓരോ കേസ് ഒക്കെ എടുത്തായിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ ഡെഫിനിഷൻ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, വളരെ ഇപ്പൊ SSCക്ക് റീസെന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് എടുത്തത്. എക്കണോമിക്സിലെ ചെറിയ ടോപ്പിക്കാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ എക്കണോമിക്സ് കുറച്ചല്ലേ പഠിക്കുള്ളൂ. അപ്പം സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇത് നമ്മൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ചിലപ്പോൾ പുറത്തുനിന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ എക്സാമിന് സ്ഥിരം ചോദിച്ചു വരുന്ന ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ടോപ്പിക്സുകൾ നമ്മൾ നോക്കണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമന്റ് സെക്ഷനിൽ ഉണ്ട്. ഓക്കെ, താങ്ക് യു.